ഹായ് ഗായ്സ്, കുട്ടൂസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മേക്ക് ഓവറായിട്ടാണ്. മേക്ക് ഓവർ എന്ന് പറയണ്ട, മേക്കപ്പ്, ഒരു സിമ്പിൾ ലുക്ക് മേക്കപ്പിലായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്ന് എല്ലാവർക്കും കൂടി എൻ്റെ മേക്കപ്പ് കാണിച്ചു കൊടുക്കാമെന്ന്. മേക്കപ്പ് ഞാനങ്ങനെ ചെയ്യാറില്ല. സ്വതവേ ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൈനർ ഇടും, കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടും, പൊട്ടൊന്നും ഞാൻ വയ്ക്കാറില്ല. അപ്പം എൻ്റെ മേക്കപ്പ് എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഒരു ഐലൈനർ, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും പോകില്ല. അപ്പം അമ്പലത്തിലെ ഉത്സവമൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇടും. ഉത്സവമൊക്കെ അല്ലേ, ഫൗണ്ടേഷൻ ഇടും, ലിപ്സ്റ്റിക്ക് ഇടും, ഐലൈനർ ഇടും, അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചു തന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇല്ലാണ്ട് പറ്റില്ലല്ലോ മേക്കപ്പിന്. ഫൗണ്ടേഷൻ ഇട്ട് ക്രിബൊക്കെ ചെയ്ത് അതെൻ്റെ അമ്മ ബ്രഷ് ഇട്ട് കൊടുത്തിട്ടാണ്. അതാണ് ഞാൻ ബ്രഷ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ സിമ്പിൾ മേക്കപ്പിലാണ് ഞാൻ വന്നേക്കുന്നത്, ലുക്കിലാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഐഷാഡ് ഇടണം. പക്ഷേ എനിക്ക് ഐഷാഡ് ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് റെഡ് കളറാണ് ഐഷാഡ്. റെഡ് അങ്ങനെ നിങ്ങൾക്ക് കാണാത്തതുകൊണ്ടായിരിക്കുള്ളൂ, ചിലപ്പോൾ ഒരു ഓറഞ്ച് കളർ പോലെ നിങ്ങൾക്ക് തോന്നിക്കുള്ളൂ കേട്ടോ. അത് ഞാനൊരു വെറുതെ ഒരു ടച്ചപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അധികം കട്ടിയിലൊന്നും അല്ല ഞാൻ ഐഷാഡ് ഇട്ടേക്കണം. എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല ഐഷാഡ് ഇടുന്നത്. അപ്പം ഞാൻ വെറുതെ ഒരു ടച്ചപ്പ് മാത്രമേ ഞാൻ അതിൽ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ആകെ സ്വതവേ ഇഷ്ടം എന്ന് പറഞ്ഞാൽ പിരികൻ എഴുതണ ഇഷ്ടമാണ്. പിരികൻ അങ്ങനെ കട്ടിക്ക് എഴുതണമല്ല. എൻ്റെ പിരികനിൽ അധികം കറുപ്പില്ലാണ്ടാണുള്ള എൻ്റെ പിരികൻ. എന്നാലും എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ശരിക്കും എൻ്റെ പിരികൻ എടുത്തറിഞ്ഞ് കാണൂല ടെസ്റ്റിൽ. ഞാൻ സംസാരിക്കുമ്പോൾ 2 ഭാഷയാണ് ഉള്ളത്, തൃശ്ശൂർ ഭാഷയും കാസർഗോഡ് ഭാഷയാണ്. എൻ്റെ അമ്മ തൃശ്ശൂർക്കാരിയും അച്ഛൻ കാസർഗോഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭാഷ കുറച്ച് കൊഴിഞ്ഞൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണേ ഞാൻ 2 ഭാഷയും അറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആ ഭാഷ പറഞ്ഞുതരാം, കാസർഗോഡ് ഭാഷ. ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ വരാം കേട്ടോ. അപ്പം എനിക്ക് സ്വതവേ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ പിരികൻ എഴുതിയിട്ട് ദൂരം നിന്ന് നോക്കിയാലും പിരികൻ എഴുതിയത് കാണണം. പിരികൻ എഴുതിയതല്ല, പിരികൻ കറുപ്പിച്ചത് കാണണം. എടുത്തടിച്ച് കാണുമെന്ന് പറയൂലേ, അങ്ങനെയൊക്കെ പറയും. ഞാൻ പറഞ്ഞത് കേട്ടോ. അതിനാണ് ഞാൻ പിരികൻ സ്വതവേ എഴുതണത്. എനിക്ക് പിരികൻ ഇതിൽ ഭംഗി ഉണ്ടാവുള്ളൂ, എഴുതണല്ല, ഒരു ടച്ചപ്പ് കൊടുക്കണേ, അത് കറുപ്പിക്കണമെന്ന് മാത്രം. അപ്പം ഞാൻ അതിൻ്റെ ബ്രഷൊക്കെ എടുത്ത് ബ്രഷ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരികൻ്റെ ടച്ചപ്പ് ചെയ്തില്ലേ. അപ്പം അതിൻ്റെ എന്തെങ്കിലും പിരികൻ്റെ കട്ട പിടിച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും മനസ്സിലാവും, ഇത് എഴുതിയതാണെന്ന് മനസ്സിലാവും. അപ്പോൾ എഴുതിയത് എല്ലാവർക്കും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് കട്ട കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബ്രഷ് ഉപയോഗിക്കുന്നത് കേട്ടോ, അല്ലാണ്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ശരിക്കും ഇപ്പോൾ എൻ്റെ പിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിച്ചിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഐലൈനർ തേക്കാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐലൈനറാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഐലൈനർ ഇല്ലാത്തൊരു പരിപാടിയില്ല, എല്ലാത്തിലും ഞാൻ ഐലൈനർ ഇടാറുണ്ട്. ചിലതിൽ മാത്രം ഞാൻ ഇട്ടിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഐലൈനറാണ്. സ്കൂളിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഐലൈനർ ഉപയോഗിക്കുകയുള്ളൂ, അല്ലാണ്ട് ഞാൻ നിന്നിട്ടേ ഇല്ല. അല്ലെങ്കിൽ എൻ്റെ കണ്ണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. സ്കൂളിലൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇല്ലേ, അപ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഐലൈനർ ഇടും. പക്ഷേ അടിക്കണ്ട് ഞാൻ എഴുതും കേട്ടോ, എന്നാലും അതിന് ഭംഗി ഉണ്ടാകത്തുള്ളൂ. അടിക്കണ്ട് എഴുതിയാലേ അതിന് ഭംഗി ഉണ്ടാകത്തുള്ളൂ. ആദ്യം ഞാൻ എഴുതും, പക്ഷേ ഐലൈനറും കൊണ്ട് തന്നെ എഴുതൂല, ഞാൻ കൺമഷിയും കൊണ്ട് എഴുതാറുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്കൊരു ചേച്ചി കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ ഐലൈനറും കൊണ്ട് എഴുതണം കേട്ടോ. എത്ര പേര് അടിക്കണ്ണിൽ എഴുതാറുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ലിപ് ബാമാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ലിപ് ബാം ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിപ് ബാം എന്ന് വെച്ചാൽ ചുണ്ട് കറക്കത്തില്ല. അത് വെച്ചാൽ ലിപ് ബാം എന്ന് വെച്ചാൽ ചുണ്ടൊക്കെ കറുത്ത് കരിവാളിച്ചിരിക്കും. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ അത് മാറിപ്പോകാതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. ചില ലിപ്സ്റ്റിക്കിലൊക്കെ കെമിക്കൽ ഉണ്ടാവും, പക്ഷേ എൻ്റെ കയ്യിൽ കെമിക്കലില്ല. എന്നാലും ആ ലിപ് ബാം ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ എനിക്ക് ലിപ് ബാം ഇടണം, അല്ലെങ്കിൽ ചുണ്ടൊക്കെ ഇങ്ങനെ വിണ്ട് കയറിയ പോലെ ഇരിക്കും. എൻ്റെ ഇതുമായിട്ട് ഉണ്ടായിട്ടില്ല വിണ്ട് കയറിയതുപോലെ, അല്ലെങ്കിൽ എന്തായാലും ഇത് ഒട്ടിയതുപോലെ ആയിരിക്കുള്ളൂ ചുണ്ടൊക്കെ ഇരിക്കണത്. ഞാൻ എടുത്തേക്കണം. എനിക്ക് ഏറ്റവും ചേരുന്ന ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറയുന്നുണ്ട്, എൻ്റെ ഭാഷയൊക്കെ കുറച്ച് വ്യത്യാസമാണ്, ചില തെറ്റൊക്കെ ഉണ്ടാകുമെന്ന്, ക്ഷമിക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
അപ്പം ഞാൻ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈവിലാകെ കുറച്ച് പേരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, അപ്പം ഞാൻ ലൈവ് എടുക്കുന്നുണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ 9:30 ആകുമ്പോൾ എടുക്കും കേട്ടോ. അല്ലെങ്കിൽ സ്കൂളുള്ള സമയത്താണ് ഞാൻ എടുക്കില്ല. അപ്പോൾ ശനി ഞായറാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എടുക്കും. അപ്പോൾ പറ്റാവുന്ന എല്ലാവരും കയറണം. അപ്പം ഞാൻ ഇനി ഞാൻ എടുക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 28-ാം തീയതി ആയിരിക്കുമല്ലോ എടുക്കണത്. 28-ാം തീയതി ചിലപ്പോൾ ഉച്ചയ്ക്ക് എടുക്കുകയുള്ളൂ. അത് ഞാൻ കറക്റ്റ് സമയം പറയുന്നില്ല. അപ്പം സബ്സ്ക്രൈബർ ചെയ്യണം എല്ലാവരും എനിക്ക് വേണ്ടി. എൻ്റെ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ പോയി കാണുകയും ചെയ്യണം. അപ്പം ഞാൻ ലിബാമൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഐഷാഡ് ഇട്ടിട്ടോ. പിന്നെ 2 തരത്തിലുള്ള ഐഷാഡ് ഇട്ടേക്കണത്. ഐഷാഡല്ല കേട്ടോ, മസ്കാര. ഞാൻ മാറിപ്പോയി, പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടോ. മസ്കാര ഇട്ടിട്ടോ. അപ്പം 2 തരത്തിലാണ്. അപ്പോൾ ഞാൻ ഇടുമ്പം എന്തായാലും കണ്ണിൻ്റെ മുകളിലേക്ക് കറുപ്പ് ഇതാവും. അപ്പം ഞാൻ മായ്ച്ചൊക്കെ കഴിയുമ്പോൾ അതൊക്കെ കോളായി പോകും. അപ്പോൾ ഞാൻ 2 തരത്തിലാണ്, ഒന്ന് മേളിൽ എഴുതാനും ഒന്ന് താഴെ എഴുതാനും ഒന്ന് എടുത്തേക്കണം. അപ്പം എൻ്റെ ഇതിൽ തെറ്റുണ്ട്, നിങ്ങൾ ക്ഷമിക്കാം. അപ്പം ഞാൻ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പം ഞാൻ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം എനിക്ക് പൊട്ടൊന്നും ഇഷ്ടമല്ല, എന്നാലും ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇടാറുണ്ട് പൊട്ട്. എന്നാലും ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ചന്ദനം തൊട്ടെടുത്തിട്ടോ. അപ്പം ഞാൻ മുടിയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ മുടി അയച്ചു. അപ്പം ഞാൻ പറയാല, എൻ്റെ മുടി നല്ല ഫ്രിങ് മുടിയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണം മുടി. വെളിച്ചെണ്ണ ഇട്ടില്ലെങ്കിൽ എൻ്റെ മിക്ക വീഡിയോയിലും മുടി ചുണ്ട് പോലെയാണ് ഇരിക്കുന്നത്. ചുണ്ടല്ലെങ്കിൽ സ്ട്രൈറ്റ് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ മുടി നല്ല ജടയാണ്. എങ്ങനെ കെട്ടിയാലും അത് ജടയാണ്. കണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, എൻ്റെ ജടയാണ്. എൻ്റെ മുടിൽ നല്ലൊരു ജടയാണ്. ചുള്ളമുടിക്കാരെല്ലാവരും ജട തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ ഏറ്റവും നല്ലത് ചുള്ളമുടിയാണ്. എൻ്റെ ഇതിൽ ഞാൻ പറയുന്നു, ചുള്ളമുടിയുള്ള ആൾക്കാർക്ക് ചുള്ളമുടി ഇഷ്ടപ്പെടില്ല. എല്ലാവരും സ്ട്രൈറ്റ് മുടിയാണ് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് സ്ട്രൈറ്റ് മുടിയായിരുന്നു ഇഷ്ടം. പക്ഷേ എനിക്കിപ്പം ചുള്ളമുടിയാണ് ഇഷ്ടം കേട്ടോ. അപ്പം എൻ്റെ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് മേക്ക് ഓവറിൻ്റെ, അത് പോയി കാണാം കേട്ടോ. ചെറിയ മേക്കപ്പാണ്. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.